വൻ വാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വൻ ഗൂഢാലോചനയെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിമാൻഡ് റിപ്പോർട്ട്. സ്വർണ്ണപ്പാളികളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കിലോ സ്വർണം തട്ടിയെടുത്തു. പാളികളിൽ പൂശാൻ സ്പോൺസർമാർ നൽകിയ സ്വർണവും ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. തട്ടിയെടുത്ത സ്വർണം എങ്ങനെ വിനിയോഗിച്ചെന്നും കൂട്ടുത്തരവാദികളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും കസ്റ്റഡി അപേക്ഷയിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ആഴ്ചത്തേക്ക് SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. തന്നെ കുടുക്കിയവർ നിയമത്തിന് മുന്നിൽ വരുമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. എന്നെ കുടുക്കിയവർ ഇത് നിയമത്തിന്റെ മുമ്പിൽ വരും. ആരാണ് കുടുക്കിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിലെത്തിച്ച് പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തിയേക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഫീദ്, ഗുരുതര പരാമർശങ്ങളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. 2 കിലോ സ്വർണം മുക്കി എന്നതടക്കം കൃത്യമായ ഗൂഢാലോചന അതിൽ നടന്നു എന്നതടക്കം കസ്റ്റഡി അപേക്ഷയിലെ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നു. വിവരങ്ങൾ ഷഫീദ് റാവുത്തർ. വി ജയശങ്കറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷഫീദ് റാവുത്തർ അല്ല. ജയശങ്കർ, ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇതിൽ കൃത്യമായൊരു ഗൂഢാലോചന നടന്നു. സ്പോൺസർമാർ നൽകിയ സ്വർണവും തട്ടിയെടുത്തു എന്ന് അന്വേഷണ സംഘം പറയുന്നു. 2 കിലോ സ്വർണം കാണാതായിട്ടുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു. ഈ റിമാൻഡ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം, അതിന്റെ വിശദാംശങ്ങൾ വി ജയശങ്കർ. റിജിത്ത്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തുന്നതാണ് SIT റാന്നി കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിമാൻഡ് റിപ്പോർട്ട്. എന്തിന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തങ്ങൾക്ക് കസ്റ്റഡിയിൽ വേണം, തങ്ങൾക്ക് എന്ത് തരത്തിലുള്ള അന്വേഷണം നടത്തണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ദ്വാരപാലക പാളികൾ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ഏകദേശം 2 കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു എന്നാണ് ഈ അന്വേഷണ സംഘം പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടെ ലഭിച്ചു. ഒപ്പം തന്നെ 1999 സ്വർണം പൊതിഞ്ഞ ദ്വാരപാല പാളികൾ രണ്ടാം പ്രതിക്ക് അറിയാമായിരുന്നു. സ്വർണം പൊതിഞ്ഞതാണെന്ന് രണ്ടാം പ്രതിക്ക് അറിയാമായിരുന്നു. രണ്ടാം പ്രതി എന്ന് പറയുന്നത് മുരാരി ബാബുവാണ്. അതായത് അന്നത്തെ ദേവസ്വം ഉദ്യോഗസ്ഥനായിരുന്ന മുരാരി ബാബുവിന് അറിയാമായിരുന്നു. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും 2019 ഇത് ചെമ്പ് തകിടാണ്, ചെമ്പ് പാളിയാണെന്ന തലത്തിൽ രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തയച്ചു. ഇക്കാര്യത്തിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്, ഉദ്യോഗസ്ഥതല ഒത്താശ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വീഴ്ചകളുണ്ടെന്ന ആക്ഷേപം ഈ റിമാൻഡ് റിപ്പോർട്ടിലൂടെ അന്വേഷണ സംഘം തള്ളുന്നു. കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ചാണ് അന്വേഷണം നടത്തിയത്. ഒപ്പം തന്നെ ഈ ദ്വാരപാലക പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അത് സാമ്പത്തിക ലാഭത്തിന് ഉപയോഗിച്ചു. കേരളത്തിനകത്തും പുറത്തും വീടുകളിലും ക്ഷേത്രങ്ങളിലും ഉൾപ്പെടെ ഇവ പ്രദർശിപ്പിക്കുകയും സാമ്പത്തിക ലാഭമുണ്ടാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി സ്പോൺസർമാരെ കാണുകയും അവരിൽ നിന്ന് ഈ സ്വർണം ഉൾപ്പെടെ ശേഖരിച്ച് ആ സ്വർണം കൃത്യമായി ഈ ദ്വാരപാലക പാളികൾ ഉപയോഗിക്കാതെ അത് മുക്കി എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ട്, ഈ കസ്റ്റഡി റിപ്പോർട്ടിൽ, റിമാൻഡ് റിപ്പോർട്ടിൽ SIT പറയുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങളാണ് റിജിത്തുള്ളത്. അക്കമിട്ടുകൊണ്ട് ഈ പരാമർശങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇതിലെ മറ്റുദ്യോഗസ്ഥരുടെയും മറ്റാളുകളുടെയും ഒക്കെ തന്നെ കൂട്ടുത്തരവാദിത്വത്തെക്കുറിച്ച് വിശദമായൊരു അന്വേഷണം വേണം. ഒപ്പം തന്നെ എങ്ങനെ ഇത് തട്ടിയെടുത്തു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. 2 കിലോളം സ്വർണം കാണാനില്ല, തൊണ്ടി മുതൽ ഉൾപ്പെടെ കണ്ടെത്തണം. കേരളത്തിനകത്തും പുറത്തും ഈ ഇടപാടുകൾ നടന്നതിനാൽ വിശദമായൊരു പരിശോധന വേണം. അതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിട്ടു നൽകണം എന്നൊരാവശ്യമാണ്, കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഉന്നയിച്ചത്. ആ ആവശ്യം കോടതി അതുപോലെ അംഗീകരിക്കുകയും ചെയ്തു. അടിമുടി ദുരൂഹത, ഈ 1 മുതൽ അങ്ങോട്ടുള്ള 10 വരെയുള്ള പ്രതികൾ അറിഞ്ഞ് ഒത്താശയോടുകൂടി പരസ്പര ബോധത്തോടുകൂടി കുറ്റകൃത്യം ചെയ്തു എന്ന തരത്തിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടാണ് പോലീസ് ഇല്ലെങ്കിൽ SIT കോടതിയിൽ സമർപ്പിച്ചത്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്ക് സുപ്രധാനവുമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടപാടുകളൊക്കെ തന്നെ ബോധപൂർവം അറിഞ്ഞ് ദേവസ്വം ബോർഡിനെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്തു എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. റിജിത്ത്, ജയശങ്കർ, ഇനി 30-ാം തീയതി വരെ SITയുടെ കസ്റ്റഡിയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം എങ്ങനെയാണ് ആലോചിക്കുന്നത്? ആദ്യ തെളിവെടുപ്പ് എന്ന നിലയിൽ ബംഗളൂരുവിലായിരിക്കുമെന്ന തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അന്വേഷണ സംഘത്തിൽ നിന്ന് എന്തെങ്കിലും അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്? ജയശങ്കർ. റിജിത്ത്, നിലവിൽ SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തിരുവനന്തപുരത്തേക്ക് ആണ് പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ചാക്ക ഓഫീസിൽ അദ്ദേഹത്തെ എത്തിക്കും. അതിനുശേഷം ഒരു പ്രാഥമികമായ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ സമാനമായ രീതിയിൽ ബംഗളൂരു, ഹൈദരാബാദ്, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടന്നിട്ടുണ്ട്. ആ സ്ഥലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനുള്ള ഒരു ആലോചന അന്വേഷണ സംഘത്തിനുണ്ട്. വിമാന ടിക്കറ്റുകൾ ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചു എന്നാണ്,
അല്ലെങ്കിൽ അവൈലബിൾ ആണോ എന്ന കാര്യം നോക്കിയെന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഈ റിമാൻഡ് റിപ്പോർട്ടിൽ മുരാരി ബാബുവിനെതിരെ കൃത്യമായ പരാമർശമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് 1998 വിജയ് മല്യ ഈ സ്വർണ്ണപ്പാളി സമ്മാനിക്കുന്ന ഘട്ടത്തിൽ ഇതിൽ ഈ സ്വർണ്ണമുണ്ടായിരുന്നു, സ്വർണ്ണപ്പാളി ആയിരുന്നു എന്നത് കൃത്യമായി മുരാരി ബാബുവിന് അറിയാമായിരുന്നു. പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് 2019 ചെമ്പാണെന്ന ഈ ദേവസ്വം രേഖകൾ തിരുത്തിയെന്ന ആക്ഷേപം അദ്ദേഹത്തിനെതിരെയാണുള്ളത്. മുരാരി ബാബുവിൻ്റെ അറസ്റ്റ് അത് ഉടൻ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം ഉൾപ്പെടെ പുറത്തേക്ക് കൊടുത്ത ചില പേരുകളുണ്ട്, ചില ആളുകളുണ്ട്. അവരെയൊക്കെ തന്നെ അന്വേഷണ സംഘം നിലവിൽ അവരുടെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. കേരളത്തിന് പുറത്തു പോയാൽ ഒരുപക്ഷെ ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്യുക ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കൂടി അന്വേഷണം. ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കുറ്റകരമായ ഗൂഢാലോചനയും കവർച്ചയും നടന്നിട്ടുണ്ട്. 2 കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിയെടുത്തു. ഇതിനാരൊക്കെ പങ്കാളികളായിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണം എന്നാണ് SIT വ്യക്തമാക്കുന്നത്. അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം കൂടി ഇന്ന് പുറത്തു വന്നു. തന്നെ കുടുക്കിയതാണ്, ആരാണ് ഇതിന് പിന്നിൽ എന്നത് അന്വേഷണത്തിലൂടെ പുറത്തുവരും എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.